നമ്മുടെ കേരളം ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഏത് പാർട്ടി ആയാലും ഏത് ഭരണകർത്താക്കളായാലും അതിങ്ങനൊന്നും ഇല്ല. പാർട്ടി ഏതായാലും നമ്മുടെ നാട് നന്നാകണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പാർട്ടി ഇന്നതായിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അപ്പം നമ്മുടെ റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന റോഡിൽ എന്തെല്ലാം അപകടം ഉണ്ടായി, എത്രയോ ആൾക്കാർ മരിക്കുന്നു. അങ്ങനെ റോഡിലെ ദുരന്തം കാരണം ഒരുപാട് മരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം കാരണം ഒരുപാട് മരണം ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ ഈ ശുചിത്വമില്ലായ്മ, നമ്മുടെ ഈ കേരളത്തിലുണ്ടാകുന്ന ഓരോ അസുഖങ്ങളുടെയും കാരണം നമ്മളൊക്കെ തന്നെയാണ്. ഈ മനുഷ്യർ ഓരോന്നും വലിച്ചെറിയുന്നതും വൃത്തിയില്ലായ്മ, റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വൃത്തിയില്ലാതെ മനുഷ്യർ തന്നെ ആക്കിയിട്ടിട്ട് പോകും. ഇതെല്ലാം നമ്മൾ ഭരണകർത്താക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലായിടത്തും കണ്ണെത്തി നടക്കണമെന്നില്ലല്ലോ. കുറേയൊക്കെ മനുഷ്യരൂടെ നന്നാക്കണം. പിന്നെ നമ്മുടെ സ്കൂള്, അമ്പലങ്ങളിൽ തന്നെ കിട്ടുന്ന വരുമാനം തന്നെ മതി അമ്പലങ്ങൾ നന്നാക്കാനും, അമ്പലങ്ങളുടെ മതിലിന് പെയിൻ്റ് അടിക്കാനും, അമ്പലത്തിന് പെയിൻ്റ് അടിക്കാനും ഒക്കെ. പക്ഷേ ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഈ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നെന്ന് പോലും അറിയത്തില്ല. അതുപോലെ വിദ്യാലയങ്ങൾ, ഒരുപാട് സർക്കാർ സ്കൂളുകളുണ്ട്. മതിലുകളും സ്കൂളുകളും ഒക്കെ ഇടിഞ്ഞ് വീഴാറായിട്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഒന്ന് നല്ല മതിലുകളുണ്ടാക്കി, അല്ലെ സ്കൂൾ ഇടിഞ്ഞു പോകാതിരിക്കുക, ഇതൊക്കെ കൂടെ സർക്കാരിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ പൗരബോധം കൊടുക്കണം ആൾക്കാർക്ക്. അത് അത്യാവശ്യമായിട്ടും കൊടുക്കണം. ഈ മയക്കുമരുന്നുകളിലൊക്കെ പെട്ടുപോകുമ്പം എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്, കണ്ണുനീരിൽ വീണു പോകുന്നത്. അപ്പം ആ പൗരന്മാർക്ക്, അല്ലെങ്കിൽ അത് പെൺകുട്ടികളും ഉണ്ട് ഇത് ഉപയോഗിക്കുന്നവർ, അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ടിയിരിക്കുന്നു. രോഗങ്ങളുണ്ടാകുന്നത് നമ്മുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് തന്നെ. നമ്മൾ ഈ ചെയ്യുന്ന നാട് മുഴുവൻ വൃത്തികേടാക്കി ഇടുന്നത് കാരണമാണ്, റോഡുകളൊക്കെ മാലിന്യമാക്കി ഇടുന്നത് കാരണമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ സർക്കാർ ഒരുപാട് കാര്യങ്ങളിൽ നോക്കിയും കണ്ട് പോകണം. അതുപോലെ ഈ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഈ തൂത്തു മായ്ച്ച് കളയാനുള്ള സമയം കഴിഞ്ഞു. അത് മാറ്റാൻ ഈ സർക്കാരുകൾ തന്നെ നല്ല മനക്കെട്ടിയോടെ ഒരു ഒത്തൊരുമയോടെ മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മദ്യം ഉപയോഗിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കുട്ടികൾക്കായാലും വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ വയ്ക്കണം. അവരെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നേ വരെ സ്കൂളുകളിൽ അങ്ങനെ ബോധവൽക്കരണ ഒരു ക്ലാസ് അല്ലെ ഒരു പാഠപുസ്തകമായിട്ട് അത് ഉണ്ടാക്കിയിട്ടില്ല. അത് സ്കൂളുകളിൽ വരുത്തണം. അത് എനിക്ക് തോന്നുന്നതൊരു 7ാം ക്ലാസ് തൊട്ട് അല്ലെ ഒരു 5ാം ക്ലാസ് തൊട്ടൊക്കെ അത് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കുട്ടികൾക്കത് മനസ്സിലാവുമായിരിക്കും. അതൊരു +2 വരെ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ നന്നായി പൊയ്ക്കോളും. അപ്പോൾ അത്യാവശ്യമായിട്ടും വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്, അല്ലെങ്കിൽ അവർക്ക് അതൊരു പാഠപദ്ധതിയായിട്ടൊരു പുസ്തകം ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് നടന്നിട്ടോ എന്നും ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിൽ കണ്ണുനീരിൽ കിടക്കുന്നവരെയും പട്ടിണിയിൽ കിടക്കുന്നവരെയും കാണാതെ, അല്ലെ ഒരു രോഗം വന്ന് കിടക്കയിൽ കിടക്കുന്നവരെ കാണാതെ ഈ രാഷ്ട്രീയം പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. രാഷ്ട്രീയത്തിലല്ല, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം. എത്രയോ പേരുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലൊന്നും ഉള്ള ആളല്ല. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവർക്കൊരു കൈത്താങ്ങ്, അതാണ് ആവശ്യം അല്ലേ? അങ്ങനെയുള്ളവർക്കൊരു കൈത്താങ്ങ്, ചേർത്ത് നിർത്താൻ ഒരാൾക്കാർ, അതൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ വേണ്ടുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. റോഡ്, വിദ്യാഭ്യാസ രീതികൾ, പിന്നെ സ്കൂളുകൾ, പിന്നെ അമ്പലങ്ങൾ. ഈ അമ്പലങ്ങളിലെല്ലാം ഭയങ്കര കൊള്ളയാണല്ലോ നടത്തുന്നത്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഭഗവാനെ കൂടെ മുട്ടിച്ചുകൊണ്ട് പോയി ജീവിക്കുന്നത്? അവനവൻ അധ്വാനിച്ച് ജീവിച്ചാൽ പോരെ? അങ്ങനെയുള്ള ജീവിതം മാത്രമേ എന്നും മുന്നോട്ട് പോകത്തുള്ളൂ. എനിക്കിതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. എന്നിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് എൻ്റെ ഒരു ചാനലിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നന്ദി.